നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് ഇന്നലെ പൂർത്തിയായിരുന്നു. നമുക്കറിയാം, പുതിയ ഫോർമാറ്റിലാണ് ഇത്തവണ ചാമ്പ്യൻസ് ലീഗ് നടക്കുന്നത്. ഗ്രൂപ്പ് സ്റ്റേജിൽ ഓരോ ടീമുകളും 8 വീതം മത്സരങ്ങൾ കളിക്കേണ്ടതുണ്ട്. ഈയൊരു നറുക്കെടുപ്പ് പൂർത്തിയായപ്പോൾ ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് ഫ്രഞ്ച് വമ്പന്മാരായ PSG തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ഒരു പിടി വമ്പന്മാർക്കെതിരെയാണ് അവർക്ക് കളിക്കേണ്ടി വരുന്നത്. ശക്തരായ മാഞ്ചസ്റ്റർ സിറ്റി, ബയേൺ മ്യൂണിക്ക് എന്നിവരായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുക. കൂടാതെ ആഴ്സണൽ, അത്ലറ്റിക്കോ മാഡ്രിഡ് എന്നിവർക്കെതിരെയും PSG കളിക്കേണ്ടി വരുന്നുണ്ട്. ഇതിനു പുറമെ PSV, സാൽസ്ബർഗ്, ജിറോണ, സ്റ്റുട്ട്ഗർട്ട് എന്നിവരാണ് PSG എതിരാളികളായി കൊണ്ടുവരുന്നത്. ചുരുക്കത്തിൽ എല്ലാ ടീമുകൾക്കെതിരെയും PSG നന്നായി വിയർക്കും എന്നുറപ്പാണ്. പക്ഷേ തങ്ങൾക്ക് മികച്ച താരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് PSG പ്രസിഡൻ്റായ നാസർ അൽ ഖലീഫി ഇപ്പോൾ അവകാശപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ്: ഏറ്റവും മികച്ച ക്ലബ്ബുകൾ മാറ്റുരക്കുന്ന ലോകത്തെ ഏറ്റവും മികച്ച കോമ്പറ്റീഷനാണ് ചാമ്പ്യൻസ് ലീഗ്. പുതിയ ഫോർമാറ്റ് മുൻപ് ഉള്ളതിനേക്കാൾ കൂടുതൽ കരുത്തുറ്റതും അതുപോലെ തന്നെ കഠിനമായതുമാണ്. വലിയ മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നു. എല്ലാവരും അതിനുവേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. താരങ്ങളും പരിശീലകരും ആരാധകരും മാധ്യമങ്ങളും ഒക്കെ വലിയ മത്സരങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈയൊരു കോമ്പറ്റീഷന് വേണ്ടി വളരെ ആവേശഭരിതരാണ്. താരങ്ങൾ ഇപ്പോൾ തന്നെ മത്സരങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. തയ്യാറെടുക്കാൻ ഞങ്ങൾക്ക് സമയമുണ്ട്. ബുദ്ധിമുട്ടേറിയതാണ്, പക്ഷേ മനോഹരവുമാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ മികച്ച താരങ്ങളുണ്ട്. കൂടാതെ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ യുവതാരങ്ങൾ ഉള്ള ക്ലബ്ബുകളിൽ ഒന്നുകൂടിയാണ് PSG. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ട്. ഇതാണ് PSG പ്രസിഡൻ്റായ ഖലീഫി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മത്സരങ്ങൾക്കുള്ള ഫിക്സ്ചർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടില്ല. മാഞ്ചസ്റ്റർ സിറ്റി, അത്ലറ്റിക്കോ മാഡ്രിഡ് എന്നിവരെ സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ടാണ് PSG നേരിടുക. അതേസമയം ആഴ്സണൽ, ബയേൺ മ്യൂണിക്ക് എന്നിവരെ അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് PSG നേരിടുക. സൂപ്പർ താരം കിലിയൻ എംബപ്പയുടെ അഭാവത്തിലാണ് PSG ഇപ്പോൾ കടന്നു വരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.